എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സ്വന്തം രണാസുനയുടെ കണ്ടന്റ് ആണ്. അത് കാണാൻ ഇഷ്ടമുള്ളവർ മാത്രം കാണുക, ഇല്ലാത്തവർ ഫസ്റ്റ് തന്നെ സ്കിപ്പ് അടിച്ച് പൊക്കോളുക. അപ്പൊ എന്തായാലും ആള് ഒട്ടും ഒതുങ്ങാൻ തയ്യാറല്ലാതെ വീണ്ടും വീണ്ടും പുതിയ പുതിയ റീൽസുമായിട്ട് അങ്ങോട്ട് എത്തുവാണ്. ഇപ്പോഴത്തെ റീൽസ് ഒക്കെ കണ്ടില്ലേ, എന്താല്ലേ ആ ഒരു പാട്ട് എന്ന് പറയുന്നത്, നീയൻ സുന്ദരൻ എന്റെ മാത്രം സുന്ദരൻ, ഏതു പെണ്ണും വീണു പോകും നല്ല പാട്ടിൻ വല്ലഭൻ. ആ ഒരു പാട്ടാണ് കേട്ടോ. അപ്പൊ അത് കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ടൂണൊന്ന് മാറ്റി ഇട്ടുന്നേ ഉള്ളൂ. അപ്പൊ എന്താ രേണുസുധിയുടെ ഒരു അഭിനയം, റൊമാൻറ്റിക് സീനൊക്കെ അഭിനയിച്ചങ്ങോട്ട് തകർക്കുകയാണ്. രണ്ടും കൽപ്പിച്ച് തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഈ ബെഡ്റൂം സീനൊക്കെ, ഇത്രയും ഇന്റിമേറ്റ് സീനൊക്കെ അഭിനയിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ വിപിൻ ലാൽ എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടറോ സംവിധായകനോ പുള്ളിക്കാരന്റെ ഒരു ആൽബത്തിൽ അഭിനയിക്കാൻ ഭയങ്കര മടിയായിരുന്നല്ലോ. അപ്പൊ ഇയാളുടെ കൂടെ ഒന്നും അഭിനയിക്കുന്നതിന് കുഴപ്പമില്ല അല്ലെ. എനിക്ക് തോന്നുന്നു വിപിൻ ലാൽ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ കാണാൻ തന്നെ ഒരു മുടിയൊക്കെ വളർത്തിയ ഒരു മനുഷ്യനാണല്ലോ. അയാളെ രേണുവിന് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാന്ന് തോന്നുന്നു പുള്ളിയുടെ ആൽബത്തിൽ അഭിനയിക്കാതെ വഴക്കുണ്ടാക്കി പിണങ്ങി പോകുന്നത്. പക്ഷെ ഇപ്പൊ കൂടെയുള്ളവൻ ഒരു ചുറുചുറുക്കനല്ലേ, അവനാണെങ്കിൽ കല്യാണം കഴിഞ്ഞ ഒരുത്തനാണ്. അവനാണെങ്കിൽ എന്താണേലും കുഴപ്പമില്ല, ഒന്ന് വൈറലാകണം. അതിന് ഇവളെ പോലുള്ള ഒരുത്തിയുടെ കൂടെ ഒരു റീലോ അല്ലെ ഒന്ന് അഭിനയിച്ചാലോ വൈറലാകുമല്ലോ. അതിനുവേണ്ട അവൻ നല്ല രീതിയിൽ അങ്ങ് മുതലെടുത്ത് അഭിനയിക്കുന്നുണ്ട്. നമസ്കാരം, രേണുസുധിയാണ്. ആദ്യമായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഡാനി സത്യ ഞാനാണോടാ ഈ സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ട് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ ആദ്യത്തെ ഒരു പെണ്ണ്? അല്ലല്ലോ. നീ പിന്നെ എന്തുവാടാ നീയും നിന്റെ കൂട്ടുകാരൻ അതിലും ഈ കിടന്ന് കൊണാന്ന് പറഞ്ഞ് ഈ സംസാരിക്കുന്നത്? നാണം കൊണ്ടോടാ നിനക്കൊക്കെ? ഞാനാണോടാ ഈ സോഷ്യൽ മീഡിയയിൽ ആദ്യത്തെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ വ്യക്തി? ഇതിന് മുന്നേ തുടങ്ങിയവരുണ്ടല്ലോ, നീ പൂട്ടിക്കാൻ നടക്കുമോ? ഇപ്പൊ കളി പഠിക്കും നീയൊക്കെ, മനസ്സിലായോ? എന്റെ പൂട്ടിക്കാൻ നടക്കുന്നല്ലോ. ഒന്ന് ചോണയുണ്ടെങ്കിൽ എടാ അതുലെ ഡാനി സത്യ ചോണയുണ്ടെങ്കിൽ നീ പൂട്ടി കാണിക്കണം. പിന്നെ എടാ ഞാൻ മാന്യമര്യാദയ്ക്ക് തന്നെയാണ് ജീവിക്കുന്നത്. ഞാൻ ആരുടെയും കുറ്റം പറഞ്ഞും ആരെയും ക്രിട്ടിസൈസ് ചെയ്തും ഒരു മുറിക്കകത്തിരുന്ന് അല്ലെങ്കിൽ ഫോൺ വെച്ചുകൊണ്ട് ഞാൻ ആരെയും വിറ്റ് തിന്ന് ജീവിക്കുമല്ല. ഞാൻ എനിക്കറിയാവുന്ന തൊഴിൽ ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ അത് ഞാൻ തുടങ്ങിയപ്പോഴാണല്ലോ നീയൊക്കെ ഇത്ര വലിയ സംഭവം ആക്കിയേക്കുന്നത്. എടാ അതുലിനോടാ നീ പറയാം, എടാ നാണവും മാനവും കെട്ട അതുലേ, നിനക്ക് നാണം ഉണ്ടോടെ എൻ്റെ സബ്സ്ക്രിപ്ഷനിൽ കയറിയിട്ട് എൻ്റെ സബ് എടുത്തിട്ട് നീ കണ്ട് ആസ്വദിച്ചിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് പുറത്ത് വിട്ട് വലിയ സംഭവമാക്കാൻ? എടാ നീ കാരണം എനിക്ക് കുറച്ച് പ്രമോഷനാണ് കിട്ടുന്നത്, മനസ്സിലായോ? എടാ നാണം ഉണ്ടോടാ അതിൽ? നീ ഈ പോലീസ് സ്റ്റേഷൻ ഈ ഞങ്ങളുടെ ഈ ചങ്ങനാശ്ശേരിയിലെ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിയതൊക്കെ നീ മറന്നുപോയോ? മറന്നുപോയോ? ഇനി നിന്നെ കയറ്റണോ? ഡാനി പിന്നെയും കുറച്ചെങ്കിലും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു സത്യങ്ങൾ മനസ്സിലാക്കി പറയടാ. അതിൽ നിനക്ക് അതിന് പോലും കഴിയുന്നില്ലല്ലോ. നീ ആരെയൊക്കെ പേടിയാണ് നിനക്ക്. ഞാൻ ചെയ്യുന്ന സത്യങ്ങളും എൻ്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ പോലും നിനക്ക് പറയാൻ പേടിയാണ്. പിന്നെ എൻ്റെ അച്ഛൻ തങ്കച്ചനെ പറ്റി നീ പറഞ്ഞല്ലോ, അത് പറയാൻ നിനക്കൊരു യോഗ്യതയില്ല. കാരണം എൻ്റെ തന്ത കഷ്ടപ്പെട്ട് തന്നെയാണ് എന്നെ വളർത്തിയത്. നിന്റെ തന്ത പഠിപ്പിച്ചതാണ് നീ ഇപ്പം പാടുന്നത്, മനസ്സിലായോ? ഞാൻ അങ്ങനെയല്ല. തന്തേന്ന് പറയാൻ പോലും പറ്റില്ല, അച്ഛൻ എന്നാണ് ഞാൻ പറയേണ്ടത്. പക്ഷെ തന്തേന്ന് എൻ്റെ വായിൽ ഞാൻ അനാവശ്യവാക്ക് പറയുന്നില്ല, അച്ഛൻ തന്നെ പറയാം. തന്തേന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക, അച്ഛൻ തന്നെ ഞാൻ പറയാം. നിന്റെ അച്ഛൻ പഠിപ്പിച്ചാണ് നീ ഇപ്പം പാടുന്നത്. പക്ഷെ എൻ്റെ അച്ഛൻ എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്, മനസ്സിലായോ? നീ ഈ കിടന്ന് പറയുന്നു, നിനക്ക് നാണമാകുന്നില്ലേ അതുപോലെ? നിനക്ക് നിർത്താറായിട്ടില്ല ഇത്? സബ്സ്ക്രിപ്ഷൻ നീ വാതോരാതെ പ്രസംഗിക്കുന്നല്ലോ. എൻ്റെ അച്ഛനെ പറ്റിയും പ്രസംഗിക്കുന്നു. നിനക്ക് എന്ത് യോഗ്യതയാണ് പറയാൻ? അതുപോലെ ഡാനി സത്യനും അവനും കേൾക്കണം. ഇവനുമാണ് ഒരു സൈഡ്. ഒരു ഡാനി സത്യനും ഒരു അതിലും നിശ്ചയിച്ചു കഴിഞ്ഞാൽ രേണുസുധി അക്കൗണ്ട് പൂട്ടുമെന്നാണ് വിചാരം. രേണുസുധി മെറ്റയും അതുപോലെ തന്നെ ഈ ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമും മറ്റുള്ളവർക്ക് ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും സബ്സ്ക്രിപ്ഷൻ നിയമപരമായിട്ട് കൊടുത്ത പോലെ തന്നെയാണ് രേണുസുധിക്കും തന്നിട്ടുള്ളത്. അതിനനുസരിച്ചേ രേണുസുധി കണ്ടന്റ് ഇടത്തുള്ളൂ. നീ അതിനകത്ത് കയറിയിട്ട് ആ കണ്ടന്റ് എല്ലാം എടുത്ത് കണ്ടിട്ട് നീ ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിടുന്നു. നാണമില്ലേടാ നിനക്കൊക്കെ? ഇതിന് മുന്നേ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടൊന്നും നീ ചൊറിയാൻ പോകത്തില്ലല്ലോ. രേണുസുധിനെ മണ്ടക്കെട്ട് കയറിക്കോ കേട്ടാ. ഇത് നിന്നോടുള്ള അവസാന വാണിംഗ് ആണ്. വെല്ലുവിളിച്ച് ഫേസ്ബുക്ക് അക്കൗണ്ട് അങ്ങ് പോയി കിട്ടി കേട്ടോ. അതായത് അതുലിനെയും ഡാനി സത്യനെയൊക്കെ ഭയങ്കര വെല്ലുവിളിയാണ്. നീയൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റഗ്രാം ഒന്ന് പൂട്ടിച്ചേ, മറ്റതാ മറിച്ചതാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വെല്ലുവിളിയായിരുന്നു. അതായത് രേണുസുധി മാത്രമാണോ സബ്സ്ക്രിപ്ഷൻ എടുത്ത് എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഇടുന്നത്? എത്രയോ ആൾക്കാർ ചെയ്യുന്നു, എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ എന്നെ മാത്രം പറയുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ന്യായീകരണം. അതായത് സ്വന്തമായിട്ട് ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയാം, അപ്പൊ എന്നിട്ടും അതങ്ങ് ന്യായീകരിക്കുകയാണ്. മറ്റുള്ളവർക്ക് കാണിക്കാൻ പിന്നെ എനിക്ക് എന്തായാലും കാണിച്ചാൽ എന്നാണ് ഇവിടെ രേണു പറയുന്നത്. അഹങ്കരിച്ച് ഫേസ്ബുക്ക് അക്കൗണ്ട് പോയി കിട്ടി, ആരോ ഹാക്ക് ചെയ്തു എന്ന് പറയുന്നു.
പക്ഷെ ഇത് രേണുവിന്റെ കൂട്ടാളികളും പറയുന്നത് അതിലും ഡാനിസത്തിനും കൂടി ചെയ്തു എന്നാണ് കേട്ടോ. അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. എന്തായാലും ആരോ നല്ലൊരു പണി കൊടുത്തിട്ടുണ്ട്. രേണുവിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് അങ്ങ് ഹാക്ക് ചെയ്തു. സത്യം പറഞ്ഞാൽ ഫേസ്ബുക്ക് അല്ലായിരുന്നു പോകേണ്ടത്, ഇൻസ്റ്റഗ്രാം ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഹാക്ക് ചെയ്യേണ്ടത്. കാരണം അതിലാണല്ലോ ഇപ്പോൾ ഈ അപരാധം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഇട്ട് ആൾക്കാരുടെ അടുത്ത് നിന്ന് പണം തട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ അതല്ലേ പൂട്ടേണ്ടത്. എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുകയാണ്. ആരെങ്കിലും ഒരു നല്ല മനസ്സ് തോന്നി അതും ഒന്ന് പൂട്ടിക്കെട്ടിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് കേട്ടോ. എന്ത് കാണിച്ചാലും അതിനൊക്കെ ഒരു ന്യായീകരണ രണാസുനൊക്കെ ഉണ്ട് കേട്ടോ. ചെയ്യുന്നത് തെറ്റാന്ന് നല്ല ബോധ്യമുണ്ട് അവർക്ക്. പക്ഷേ അത് തെറ്റാണേലും കുഴപ്പമില്ല, ഞാൻ അങ്ങനെ തന്നെ ചെയ്യും എന്നുള്ള രീതി മുന്നോട്ട് പോവുകയാണ്. ഒരു നാണോ ഇല്ല മാനോ ഇല്ലാതെ അങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കുക. ഇപ്പൊ ഉള്ള ആ ഒരു കിച്ചു പോലും ഇപ്പൊ ഇവളെ തിരക്കോ അന്വേഷിക്കോ ഇവളും ചെയ്യുന്നില്ല. കാരണം ഇവളെ സംബന്ധിച്ചിടത്തോളം ഇവൾക്ക് സന്തോഷം. കാരണം അവന് പൈസ ഒന്നും കൊടുക്കണ്ട, അവന്റെ കാര്യങ്ങളൊന്നും തിരക്കണ്ട. പക്ഷെ എന്താന്ന് പറഞ്ഞാലും ഇവളും ഇവളുടെ വീട്ടുകാരും കൂടി കയറി കിടക്കുന്ന വീട് അത് കിച്ചുവിന്റെയും കൂടെ സ്വന്തത്തിലുള്ള വീടാണ്. എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും അവന്റെ ഔദാര്യത്തിലാണല്ലോ ഇപ്പൊ കിടക്കുന്നത്. ഋതപ്പിന് മാത്രമല്ല കിച്ചുവിനും കൂടെ അവകാശപ്പെട്ട വീടാണത്. നാണോ മാനോ ഇല്ലാത്ത ഇവളും ഇവളുടെ വീട്ടുകാരും അവിടെയാണല്ലോ കിടക്കുന്നത്. എന്നിട്ടാണ് കിച്ചു മറ്റത് പറഞ്ഞു മറിച്ചത് പറഞ്ഞു എന്നൊക്കെ ഇവളും ഇവളുടെ വീട്ടുകാരും പറയുന്നത്. എനിക്കത് പറയാൻ പോലും വയ്യ. കാരണം ആ പേര് ഉച്ചരിക്കാൻ പോലും എനിക്ക് ഇഷ്ടമല്ല. എന്നാലും പറയാൻ എനിക്ക് ഇവിടെ ഇങ്ങനെ ഇത് പോവാണ്. എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ടെസ്റ്റ് നടത്തുന്നത് രേണു ചേച്ചി പച്ചയായിട്ട് അവരുടെ ഫോണിൽ തന്നെ കറക്റ്റ് വ്യക്തമായി പറയുന്നുണ്ടല്ലോ. കുഴിമാടത്തിൽ പോയി സുധിച്ചേട്ടന്റെ ബോഡി എടുത്തൊരു DNA ടെസ്റ്റ് നടത്തുന്നത്. എന്തുകൊണ്ട് വരുന്നില്ല? ഇതാണ് എന്തുകൊണ്ട് അവർ വരുന്നില്ല? അപ്പൊ ഇതൊക്കെ ഒരാളെ കുറിച്ച് പറയുമ്പോ വ്യക്തമായി തെളിവുകളും അല്ലെങ്കിൽ എല്ലാം അറിഞ്ഞുകൊണ്ട് സംസാരിക്കൂ. അതാണ് കുറച്ചുകൂടി നല്ലത്. അതല്ലാതെ ഇത്രയും പോർഷൻ കാണിച്ച് കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് ആരെയാണ് എന്തും വിളിച്ച് പറയാമെന്നുള്ള ആ ഒരു അതൊക്കെ കഴിഞ്ഞു പോയി. നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ എന്റെ ഇൻസ്റ്റയിൽ നോക്കി കഴിഞ്ഞാൽ കണ്ടാൽ അറിയാം, ഞാൻ ഇന്നൊരു കൊളാബ് വീഡിയോ ഇട്ടിട്ടുണ്ട്. സോ അത്യാവശ്യം തൊഴിൽ പഠിപ്പിക്കുന്നുണ്ട്. ഹെയർ, ലിപ്സ്റ്റിക്, അങ്ങനെ മീൻസ് ലിപ്പ് കളറിങ്, അങ്ങനെ കുറെ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്തെങ്കിലും വല്ല ജോലിക്ക് പോയിട്ട് വലിയ വരുമാനം ഉണ്ടാക്കി ജീവിക്കും. മറ്റുള്ളവരെ വിറ്റ് കൊത്തി പച്ച മാംസം കൊത്തി തിന്നാതിരിക്കൂ പ്ലീസ്. ദയവ് ചെയ്ത് നിങ്ങളുടെ അടുത്താണ് പറയാനുള്ളത്. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞോളൂ. മറ്റുള്ളവരെ ഫോട്ടോസ് വെച്ച്, എനിക്ക് വീണ്ടും അതന്നെ പറയണത്, മറ്റുള്ളവരെ ഫോട്ടോസ് വെച്ച്, അത് എന്റെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഫോട്ടോസ് വെച്ച് അവരെ മെൻഷൻ ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ സമൂഹത്തിൽ നിങ്ങൾ എന്തിനാണ് ഈ നാണം കെടുത്തുന്നത്? ഞാൻ എന്നെ സംബന്ധിച്ച് എനിക്കൊരു നാണക്കേടായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കും മരണം വരെ. ദൈവം എന്നെ ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവം തന്നെ എന്നെ വിളിച്ചാലേ ഞാൻ പോകത്തുള്ളൂ. അതിന് ആരെന്ത് പണ്ട് കാര്യം. ഇവരൊക്കെയാണ് ഇപ്പൊ രേണു സുധിയുടെ പുതിയ സപ്പോർട്ടേഴ്സ്. ഇതൊക്കെ ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ദീപ്തി കല്യാണി, അതായത് നമ്മുടെ കേരളത്തിലെ സ്വന്തം നയൻതാര എന്നൊക്കെയാണ് ഇവർ അറിയപ്പെടുന്നത്. എന്തായാലും ഇവര് ഷെഫീനത്തെയാണ് തെറിത്താത്ത എന്ന് പറയുന്നത്. നിങ്ങളെക്കാട്ടിയൊക്കെ എന്തുകൊണ്ടും ഭേദം തന്നെയാണ് തെറിത്താത്ത എന്ന് പറയുന്നത്, നിങ്ങൾ പറയുന്ന ഷെഫീന ബീവി. അപ്പോൾ ഇവർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ കാര്യങ്ങൾ ഇങ്ങനെ അനാവശ്യമായിട്ട് പറയുക, അത് അങ്ങനെയാണ് മറ്റതാണ് മറിച്ചതാന്നൊക്കെ പറഞ്ഞിട്ട് രേണു സുധിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഷെഫീന ബീവിയെ അതും ഇതൊക്കെ പറയാണ്. ഈ പറയുന്ന ആളൊക്കെ എന്ത് നല്ല ക്ലിയർ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണല്ലേ. എന്താ ഇവരെയൊക്കെ പറയണ്ടേ? കാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂടിപ്പോവും. അതുകൊണ്ട് തന്നെ ഇവരെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കൂടി വരുന്ന ഒരു വിഭാഗമാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ഏതാണ് പെണ്ണ് ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു രൂപത്തിലാണ് ഇവരെ പോലുള്ള കുറെ അധികം ആൾക്കാർ ഇപ്പൊ വേഷവും കെട്ടി നടക്കുന്നത്. എന്തെങ്കിലും ആകട്ടെ. അപ്പൊ എന്തായാലും ഇവരൊക്കെ ചേർന്നിട്ടാണ് ഇപ്പൊ രേണുവിന് ഫുള്ള് സപ്പോർട്ട് കൊടുക്കുന്നത്. എന്തായാലും കൊടുത്തോളൂ. എത്രയൊക്കെ സപ്പോർട്ട് കൊടുത്തു എന്ന് പറഞ്ഞാലും ഈ പറയുന്ന രേണുസുധി കാണിച്ചു കൂട്ടുന്ന കാട്ടപരാധങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ കുറച്ചു നാൾ കഴിഞ്ഞാലും പുറത്ത് വരിക തന്നെ ചെയ്യും. ചേച്ചി ആ സാധനം ഇട്ട് കൊടുക്കുക, കൈയൊക്കെ ഇട്ട് ആ ഒരു വികാരം ഇട്ട് കൊടുക്കുക. എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ നമ്മുടെ രേണു സുധിയുടെ ആദ്യത്തെ റീൽസ്, അതും ദാസേട്ടൻ കോഴിക്കോടുമായിട്ടുള്ള ഒരു ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള കടപ്പുറത്ത് കിടന്നിട്ടുള്ള ഒരു സീൻ. അതായത് പാട്ട് ഇതായിരുന്നു, ചാന്തു കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് പൊട്ടു തൊടുന്നൊരു നാണം തീരത്ത്. ആ ഒരു റീലിലൂടെയാണ് രേണുസുധി സോഷ്യൽ മീഡിയയിലേക്ക് വലതുകാല് വെച്ച് കയറിയതും പിന്നെ അങ്ങോട്ട് രേണുസുധിക്ക് വെച്ചടി കയറ്റമായിരുന്നു.
ആ റീൽസിന് തൊട്ടു പിന്നാലെ ആ ഒരു റീൽസ് റീക്രിയേഷൻ ചെയ്ത് കുറേ എണ്ണങ്ങൾ രംഗത്ത് വന്നിരുന്നു. ദേ ഇപ്പൊ ഒരു ചേച്ചിയും ഒരു പുള്ളിക്കാരനും കൂടെ അതേ റീല്, അതായത് ചാന്ത് കുടഞ്ഞൊരു അതിന്റെ ഒരു റീൽസ് വീഡിയോ ആയിട്ട് വരികയാണ്. കാരണം രേണുസുതി ആ ഒരു റീലിലൂടെയാണല്ലോ വൈറലായത്. അതുപോലെ വൈറലാകാനായിട്ട് അത്യാവശ്യം നല്ല പ്രായമുള്ള ഒരു ചേച്ചി അങ്ങ് കടപ്പുറത്ത് കിടന്നിട്ട് ഒരു പുള്ളിക്കാരനുമായിട്ട് അങ്ങ് കെട്ടി മറിയുക. പക്ഷെ ഇവരൊക്കെ എന്തൊക്കെ കാണിച്ചിട്ടും പ്രയോജനമൊന്നുമില്ല. രേണുസുതിയുടെ ആ ഒരു റീൽ എന്ന് പറയുമ്പോഴത്തേക്കും അത്ര വൈറലാകാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, രേണുസുതി എല്ലാവർക്കും അറിയായിരുന്നു, കൊല്ലം സുധിയുടെ ഭാര്യയാണ്. പിന്നെ കൊല്ലം സുധി മരണപ്പെട്ടതിന് ശേഷമാണ് ഇവരെ കൂടുതൽ ആൾക്കാർ അറിയാൻ തുടങ്ങിയത്. ആ ഒരു കാര്യം കൂടി കൊണ്ടാണ് രേണുസുതി അത്രയും വൈറലായത്. കാരണം അന്ന് കൊല്ലം സുധി മരിച്ച് കുറച്ച് നാളുകൾക്ക് കഴിഞ്ഞ ശേഷമാണ് രേണു ഈ സോഷ്യൽ മീഡിയയിലേക്ക് വന്നത്. അതും അങ്ങനെ ഒരു റീലുമായിട്ട് വന്ന് അവരങ്ങനെ വൈറലായി. പക്ഷെ അത് കണ്ടിട്ട് വേറെ കുറെ എണ്ണങ്ങൾ അതേപോലെ വൈറലാകാൻ വേണ്ടിയിട്ട് ആ പാട്ട് തന്നെ സെയിം പാട്ടുമായിട്ട് വന്ന് എന്തൊക്കെയോ കിടന്ന് കാണിച്ചു കൂട്ടുന്നുണ്ട്. എന്താ ഇതിനെയൊക്കെ പറയണ്ടേ? എന്താ